ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന യൂണിറ്റിലെ വിവിധ തരം വോട്ടെടുപ്പ് രീതികളെക്കുറിച്ചാണ് പഠിച്ചത്. FPTP സിസ്റ്റവും PR സിസ്റ്റവും. PR സിസ്റ്റത്തിലെ STV സിസ്റ്റവും ലിസ്റ്റ് സിസ്റ്റവും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യം എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഇലക്ഷൻ ഉപയോഗിക്കുന്നത് FPTP സിസ്റ്റമാണ്. എന്നാൽ രാജ്യസഭയിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനും നമ്മൾ ആനുപാതിക പ്രാതിനിധ്യത്തിലെ STV സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തിനും രാജ്യസഭയിലേക്ക് ഒരു കോട്ട നിശ്ചയിക്കുകയും അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളാണ് ഈ മെമ്പർമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭയിലെ MLAമാർക്കാണ് രാജ്യസഭാ MPമാരെ തിരഞ്ഞെടുക്കുന്നതിന് വോട്ടവകാശമുള്ളത്. ഒരു വോട്ടർക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആ വോട്ടർക്ക് ഓരോ സ്ഥാനാർത്ഥിക്കുമുള്ള തൻ്റെ മുൻഗണനയും സൂചിപ്പിക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ വോട്ടുകളുടെ ആനുപാതികമായ പങ്ക് അഥവാ കോട്ട ലഭിക്കണം. കോട്ട കണക്കാക്കുന്നത് ഡ്രൂഫ് കോട്ടയാണ്. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തെ മൊത്തം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം കൊണ്ട് ഒന്ന് കൂട്ടി ഹരിച്ച് ഉത്തരത്തോടു കൂടി ഒന്ന് കൂട്ടുമ്പോഴാണ് കോട്ട ലഭിക്കുന്നത്. കേരള നിയമസഭ അല്ലെങ്കിൽ രാജസ്ഥാൻ നിയമസഭയുടെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 200 MLAമാരാണ് അവിടെ ഉള്ളത്. 4 രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ 200 ഹരിക്കണം 4 കൂട്ടണം 1 സമം 50 കൂട്ടണം 1 51 വോട്ട് ലഭിച്ചിരിക്കണം. കേരളത്തിലാണെങ്കിൽ അത് 140 ഹരിക്കണം 9 കൂട്ടണം 1 + 1, അതായത് 15 വോട്ട് ലഭിക്കുമ്പോഴാണ് ഒരു പ്രതിനിധിയെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുക. PR system in the Rajya Sabha election. In the elections to the Rajya Sabha in India, we have adopted a form of PR system. In the Rajya Sabha, every state has a particular number of seats. The Rajya Sabha members are elected by the MLAs of the respective state legislative assemblies. Every voter MLA ranks candidates according to his or her preferences. A candidate to be declared winner should secure minimum number of votes, that is quota. This quota is calculated on the basis of true quota, that is total votes polled divided by total number of candidates to be elected plus 1. Example, in Kerala there are 140 MLAs are there. The number of seats 9. 140 by 9 plus 1 is equal to 14 plus 1, that is 15. 15 votes is required to elect a Rajya Sabha MP from Kerala legislative assemblies. Then why did India adopt the FPTP system? എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്? നമ്മൾ കണ്ടു അതിൻ്റെ കാരണങ്ങൾ. FPTP സമ്പ്രദായം വളരെ ലളിതമാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്ക് പോലും ഇത് എളുപ്പത്തിൽ മനസ്സിലാവും. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം ചെറിയ രാജ്യങ്ങളിൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയെപ്പോലുള്ള വലിയ രാജ്യങ്ങളിൽ ഈ സംവിധാനം വിജയകരമല്ല. FPTP സിസ്റ്റത്തിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഒരു കൂട്ടം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഏത് പ്രദേശത്തുകാരാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കുന്ന മെമ്പർക്ക് ആ പ്രദേശത്തോട് ഉത്തരവാദിത്തം ഉണ്ടാവണം എന്നില്ല. FPTP വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി അവരുടെ പ്രതിനിധി ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. FPTP വ്യവസ്ഥയിൽ ഒരു
സുസ്ഥിര ഗവൺമെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പി ആർ വ്യവസ്ഥയിൽ വ്യക്തമായ ഭൂരിപക്ഷം കണക്കാക്കാൻ കഴിയാതെ പലപ്പോഴും സീറ്റുകൾ ഓഹരി വെക്കുകയും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ 2 പാർട്ടികൾ ചേർന്ന് ഭരിക്കുന്ന സംവിധാനമൊക്കെ വരുന്നുണ്ട്. FPT വ്യവസ്ഥയിൽ വലിയ പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണികൾക്ക് അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കും. ലഭിച്ച വോട്ടിംഗ് ഷെയറിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത FPTP സിസ്റ്റത്തിലുണ്ട്. മറ്റൊന്ന്, FPTP സമ്പ്രദായത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന് തന്നെ ആ പ്രദേശത്തെ ഫലം നിർണ്ണയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഈ സിസ്റ്റം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ ലളിതമാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. സുസ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ്റിനെ ലഭിക്കുന്നു. മറ്റൊന്ന്, മെമ്പർക്ക് വോട്ടർമാരെയും വോട്ടർക്ക് മെമ്പറേയും അറിയാൻ വേണ്ടി കഴിയുന്നു. അതേപോലെ വിശാലമായ ഒരു രാജ്യത്തിന് പറ്റിയ വ്യവസ്ഥ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. Why did India adopt the FPTP system? India adopted the FPTP system because it is more suitable for a large country like India. This system has many advantages over the PR system. These advantages are: FPTP system is simple, PR system is complex. FPTP system is easy to understand, but PR system is very complicated to understand. Then FPTP system is suitable for a large country like India. Then FPTP system can provide stable government, and also the voters know who their representatives and the representatives know who their voter. These are the important features of FPTP system. So India accepted FPTP system. അടുത്തത് സംവരണത്തെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നിയോജക മണ്ഡലങ്ങളുടെ സംവരണം. അതായത് FPTP സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് രാജ്യത്തെ ആളുകൾ മെമ്പർമാർ കുറഞ്ഞ പാർട്ടികൾക്ക് ഭരണത്തിൽ പ്രാതിനിധ്യം ലഭിക്കില്ല എന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പാർട്ടിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. PR സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിക്കുന്ന വോട്ടിനനുസരിച്ച് പ്രതിനിധികൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണത്തിൽ സ്വാധീനമില്ലാതെ പോകാനുള്ള ഒരു സാധ്യത ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന FPTP സിസ്റ്റത്തിൽ വളരെ കൂടുതലാണ്. അതിന് പരിഹാരം എന്ന പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് സംവരണം എന്ന് പറയുന്നത്. ചില സീറ്റുകൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകസഭയിലെ 543 സീറ്റുകളിൽ പട്ടികജാതിക്കാർക്ക് 79 പട്ടികവർഗത്തിന് 41 സീറ്റുകളും സംവരണം ചെയ്തിട്ടുണ്ട്. ഏത് സീറ്റാണ് സംവരണം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ്. അവർ സ്വതന്ത്രമായാണ് ഇത് തീരുമാനിക്കുന്നത്. ഇത് 2 രീതിയിൽ തീരുമാനിക്കുന്നു. STകൾക്കുള്ള സീറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം STകൾ ഇന്ത്യയിൽ ST സീറ്റുകൾ ഒരു നിശ്ചിത സ്ഥലത്ത് തന്നെയാണ് അവരുള്ളത് കൊണ്ട് പട്ടികവർഗ വിഭാഗങ്ങൾ ഒരു പ്രത്യേക വയനാട് പോലെയുള്ള പ്രത്യേക സ്ഥലത്ത് മാത്രം അവർ താമസിക്കുന്നതുകൊണ്ട് അവരുടെ സീറ്റ് ആ സീറ്റ് തന്നെയായിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്യില്ല. എന്നാൽ പട്ടിക ജാതിക്കാർ പല പ്രദേശങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് അവരുടെ സീറ്റുകൾ ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ളതാണ്. ലോക്സഭയിലേക്ക് മാത്രമല്ല ഈ റിസർവേഷൻ ഉള്ളത്, നിയമസഭയിലേക്കും അതേപോലെ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്. പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. 33% സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. മൊത്തം എല്ലാ പഞ്ചായത്തുകളിലും 33% സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന സ്ത്രീകളാണ്. മാത്രമല്ല 33% പഞ്ചായത്തുകളിൽ സ്ത്രീകൾ പ്രസിഡൻറ്റുമാരാവണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ തോതിലുള്ള സംവരണം നമ്മുടെ രാജ്യത്തുണ്ട്. അതിലൂടെ ഒരുപാട് രാഷ്ട്രീയമായി സ്വാധീനം കുറഞ്ഞ വിഭാഗങ്ങൾക്കും പാർട്ടികൾക്കുമൊക്കെ ഭരണത്തിലെത്താൻ കഴിയുന്നുണ്ട്. റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. We have seen that the FPTP system favors large parties. In other words, it is unfair to small parties. It can be unfair to small social groups. This is not acceptable. In India, we have a large number of small social groups which are educationally, socially and financially backward.
Certain groups like the scheduled caste and the scheduled tribe have been discriminated against in the past. Therefore, it would be fair to give adequate representation to these groups. Reservation of consciences was introduced to give adequate representation to the backward groups. The Indian Constitution provides for reservation of seats in the Lok Sabha and the state legislative assemblies for SC and ST. The number of seats reserved are in proportion to their share in population. Now we have 543 seats in Lok Sabha. Of these, 79 seats are reserved for SC and 49 for STs. Reservation was introduced for a period of 10 years. Later it was extended up to next 10 years, then next 10 years. Which constituencies are to be reserved? That is, reserved constituencies are decided by the Delimitation Commission appointed by the President of India. It works along with the Election Commission. The number of constituencies reserved for SC and ST in state will be based on their proportion of SC and STs in the state. Those constituencies that have the higher proportion of SC and ST are reserved for them. And also reservation for in local governments. In local government, 33% of seats were reserved into women. Then സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ്. അതിന് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് സാർവത്രിക വോട്ടവകാശവും മറ്റൊന്ന് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്താണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ആർക്കാണ് മത്സരിക്കാനാവുക? പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുമൊക്കെ ആർക്കാണ് മത്സരിക്കാനാവുക? അതിനുത്തരമാണ്, ഒരു രാജ്യത്തിലെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമാവാനുമുള്ള അവകാശം. ഇതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇത് 21 വയസ്സ് പൂർത്തിയാകണമായിരുന്നു. ഇപ്പോൾ 1989 ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിങ്ങിൻ്റെ പ്രായം എന്ന് പറയുന്നത് 21 നിന്നും 18 കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് 18 വയസ്സ് തികയുന്ന ഏതൊരാൾക്കും വോട്ട് ചെയ്യാനും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയാവാനും അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും മത്സരിക്കാൻ 25 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് മത്സരിക്കാം. എന്നാൽ പണ്ട് കാലത്തും ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇത് സ്വത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി സാർവത്രിക വോട്ടവകാശവും മത്സരിക്കാനുള്ള അവകാശവും എല്ലാ വിഭാഗം ആളുകൾക്കും നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടനാ പ്രകാരം ഉറപ്പാക്കിയിരിക്കുന്നത്. ഇനി മറ്റൊന്ന് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 324 ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെയും മേൽനോട്ടം, നിയന്ത്രണം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ 324 ആർട്ടിക്കിൾ അനുസരിച്ച് പ്രസിഡൻ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. ഇപ്പം സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നത്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടിരിക്കുന്നത്. 1989 വരെ ഏകാംഗ കമ്മീഷനായിരുന്നു. 89 തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ബഹുവാംഗ കമ്മീഷനാക്കി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അതിൽ ഒരാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ബാക്കിയുള്ള 2 പേർ മെമ്പർമാരുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും, ഒന്ന്
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ 326 പ്രകാരമുള്ള പ്രായപൂർത്തി വോട്ടവകാശവും ആർട്ടിക്കിൾ 324 പ്രകാരമുള്ള സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങളാണ്. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്. ഇഫ് ഡെമോക്രസി ഈസ് ടു ഫങ്ഷൻ ഇൻ എ ഹെൽത്തി മാനർ, elections have to be conducted transparently and impartially. Elections have to be free and fair. Electoral results have to reflect the aspirations of the people. Universal franchise or right to contest and free independent election commissions are the two methods to ensure free and fair elections in India. First of all, universal adult franchise or right to contest. The Constitution of India introduced the system of universal adult franchise under Article 326, which states that the election to the Lok Sabha and to the Vidhan Sabha or legislative assemblies of every state shall be on the basis of universal adult franchise. Every person who is a citizen of India and who is not less than 18 years of age on such date as may be fixed on the behalf by under any law made by the appropriate legislature and is not otherwise disqualified under the Constitution or any law made by appropriate legislature on the ground of non-residence, unsoundness of mind, crime or corrupt or illegal practice shall be entitled to be registered as a voter at any such elections. Simply we can say that every person who is a citizen of India and who is not less than 18 years of age have the voting right in India. After 1989, the age for voting was reduced to 18 from 21 years old. It's also permits every person to be a candidate. In the independent India, the right to vote was entitled only to certain property class and taxpayers. It was restricted franchise. In 1909, Minto-Morley reforms introduced communal representation to separate electorate Hindus and Muslims. Later, it extended to Sikh also. The Government of India Act 1919 provided for representation to Anglo-Indians, Indian Christians and certain depressed class through nomination. But Indian Constitution accepted universal adult franchise. Then Independent Election Commission. The Constitution of India provides for an election commission to ensure free and fair election. It is an autonomous body having all Indian jurisdiction. The Election Commission conducts election in the Parliament, state legislature and offices of the President, Vice President. It has three functions: supervision, direction and control of elections in India. Article 34 of the Constitution states that Election Commission shall consist of the Chief Election Commissioner, such number of election commissions, if any, as the President may appoint from time to time. Till 1994, it was one-man commission. In 1994, the President appointed two more election commissions. The present, it is the body of three members. The first election commission was Sukumar Sen. Now it is Sunil Arora. The President, in consulting with the Chief Election Commissioner, appoints the regular commissioners. The Election Commission has independent status. They can be removed by the President for proved misbehavior or incapacity on an address of Parliament. It should be passed by majority of the total membership of each House of Parliament and by a majority of not less than 2/3 of the members presented and voting. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. ഒന്നാമത്തത്, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്നിവരെ തിരഞ്ഞെടുക്കുക. 2, വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഓരോ ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷവും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും വോട്ടർ പട്ടികയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. എന്ന് പറഞ്ഞാൽ പുതുതായുള്ള
വോട്ടർമാരെ ചേർക്കുക, മരിച്ചവരെയും താമസം മാറിപ്പോയവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക. മൂന്നാമത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തത്തക്ക വിധം രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുക. 4. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിൻ്റെ സൂക്ഷ്മ പരിശോധന ശരിയായ രീതിയിൽ നടക്കുന്നതിനാവശ്യമായ ഇടവേള ലഭിക്കത്തക്ക വിധത്തിൽ വേണ്ടത്ര നേരത്തെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. 5. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. 6. തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് പ്രസിഡന്റിനോടും സംസ്ഥാന ഗവർണറോടും ആവശ്യപ്പെടുക. 7. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. 8. സഭാംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രസിഡന്റിനെയോ ഗവർണറെയോ ഉപദേശിക്കുക. 9. ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലോ പോളിംഗ് ബൂത്തിലോ ബൂത്ത് കത്തിക്കൽ, കള്ളവോട്ട് ഭീഷണി തുടങ്ങിയ അക്രമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടയപ്പെട്ടാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക. 10. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വരെ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ച് വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടത് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അത് സംബന്ധിച്ച റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതോടൊപ്പം തന്നെ പെരുമാറ്റ ചട്ടത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ട പണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഫങ്ഷൻസ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ. ഫസ്റ്റ് വൺ, to conduct election to the parliament and legislature of all the states, the office of the president and vice president. Second, to prepare electoral rolls for the elections and suitably revise them after every decennial census and also before every general election in the union and state legislature. Third, to supervise the machinery of election throughout the country so that elections are held in a free and fair manner. Fourth one, to notify the dates and schedules of the election so that nomination papers are filled up and properly scrutinized before election take place. To appoint officers for inquiring disputes relating to electoral arrangements. To request the President of India or the Governor of the state to provide the staff necessary to conduct election. Setting disputes relating to recognition of political parties, allotment of symbols, etc. 8. To advise the President of or the Governor as the case may be matters relating to the disqualification of a legislator. 9th one, conduct fresh elections in a constituency or at a polling booth if resort to malpractices such as intimidation of voters, rigging, burning of booths, etc. have vitiated the electoral process. Last one, it is responsible for the custody of ballot boxes and counting of votes before the result are announced. After election, the commission present a report and also make suggestions regarding changes in the manner in which elections are held. The Election Commission prepare guidelines for code of conduct for political parties, candidates and voters. It fixes the limit of elections expenses and examines the accounts of electoral expenditure submitted by the candidates. The Commission settles election disputes and petitions referred to it by the President or the Governor of State. Today we discussed PR system in the Rajya Sabha election. Why did India adopt the FPTP system? Reservation of constituencies, then free and fair election, universal adult franchisee, independent election commission and functions of election commission. Here are some questions. First one is, write about the PR system in the Rajya Sabha election in India. രാജ്യസഭാ ഇലക്ഷനിൽ PR സിസ്റ്റം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തേത്, വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ദി FPTP സിസ്റ്റം? എന്തുകൊണ്ടാണ് ഇന്ത്യ FPTP സിസ്റ്റം സ്വീകരിച്ചത്? ഇന്ത്യ FPTP സിസ്റ്റം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? രണ്ടാമത്തേത്, റിസർവേഷനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നെക്സ്റ്റ്, റൈറ്റ് അബൌട്ട് ദി യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി ആൻഡ് റൈറ്റ് ടു കോണ്ടക്ട് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചും മത്സരിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ചും എഴുതുക. ലാസ്റ്റ് വൺ, റൈറ്റ് അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് എഴുതുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.